السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. بسم الله الرحمن الرحيم. أفلا يتدبرون القرآن أم على قلوبه أقفالها. പ്രസ്താവിക രണ്ട് പലക മാത്രം ചൊല്ലുകയില്ലേ. നിങ്ങൾ മുന്നൊരു ആയത്തിനാ ഓതി വെച്ച ആ ആയത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ ക്വസ്റ്റ്യൻ ആക്കിയുള്ളേ, എന്താ ഈ ഖുർആന്റെ വിഷയത്തിൽ നിങ്ങൾ ആരും ആലോചനാക്കില്ലേ? ഈ ഖുർആന്റെ വിഷയത്തിൽ നിങ്ങൾ ആരും ആലോചനാക്കില്ലേ? നിങ്ങളെ കൽബ് കേന്ദ്രേ ബീഗ പോകുന്ന അല്ലാഹു കേട്ടില്ലേ? സഹോദരന്മാർ, ഖുർആനെ ചൊല്ലുമ്പോൾ മൂന്ന് രീതിയിൽ ഞങ്ങൾ മനസ്സിലാക്കും. ഒന്നാമത്തെ വിഷയമായിട്ടുണ്ട് ഖുർആൻ ചൊല്ലിയത് പാസ്റ്റ്. ഖുർആൻ ചൊല്ലിയത് പാസ്റ്റ്, കഴിഞ്ഞു പോയ ഒരു വിഷയമുണ്ട്. ഖുർആൻ ചൊല്ലിയത് പ്രസന്റ്, ഇന്ത്യൻ അടുക്കുന്ന സിറ്റുവേഷൻ അങ്ങ് കണ്ടുള്ള വിഷയം ഖുർആനുണ്ട്. ഖുർആൻ ചൊല്ലിയത് ഫ്യൂച്ചർ, നാലക്കലി അല്ലെങ്കിൽ പെർമനന്റ് ആശറ, അതൊരു വിഷയം ഖുർആനിലുണ്ട്. അതല്ലേ ആ ഫ്യൂച്ചർ സ്റ്റഡിയാക്കിയിട്ടല്ലേ ആൾമാരുടെ കടന്നു വന്നല്ലേ. വലിയ വലിയ സയന്റിസ്റ്റ് ആൾമാരും റിസർച്ചിങ് സെന്റർ ആൾമാർ പോലും ഈ ദീന് കടന്നു വന്നോളൂ. ഇന്ത്യനെ നോക്ക പോണെണ്ടെങ്കിൽ സോഷ്യൽ മീഡിയത്തിൽ ഇൻഫ്ലുവൻസ് ഉള്ളവരും കുറെ ദായിമാർ, വാട്സാപ്പും അതേപോലെ ഇൻസ്റ്റാഗ്രാമും ട്വിറ്ററും ഫേസ്ബുക്കിലും ദാവാക്കിന്റെ സഹോദരന്മാർ അങ്ങനെ ആ പേജ് നോക്കുമ്പോ ഞങ്ങൾ മനസ്സിലാക്കുന്നു അങ്ങാറ് ബൈബർത്ത് മുസ്ലിം ആയിട്ട് ഇന്നങ്ങല്ല. ആരാ കൊടുത്ത ഖുർആൻ കൊണ്ടിട്ടു ആ ഖുർആന്റെ ആദർശം മനസ്സിലാക്കിയിട്ട് ഈ ഹക്ക് കടന്നു വന്നിട്ട് ഇനുള്ള ജീവിത റബ്ബ് തന്നെ തെരലായിട്ട് കൊണ്ടൊന്ന് പണിയെടുക്കുന്ന ആൾമാർ എത്ര ആൾമാരുള്ളൂ. മാത്രമാ ഈ ആയത്ത് ചിലപ്പോ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഹക്ക് മനസ്സിലാക്കിയ ആൾമാർക്ക് ഈ ആയത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്തിനാ നീല കൽബുക്ക് ബീഗ പോകുന്നതാണ്. സഹോദരന്മാർ ഒന്ന് മനസ്സിലാക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദർശ ചൊല്ലുമ്പോയിട്ടിക്കട് ചൊമ്മടങ്ങിയരായിട് ഇസ്ലാമിന്റെ ഹിസ്റ്ററി ഞങ്ങൾ എടുത്ത് നോക്ക പോണെണ്ടെങ്കിൽ അത് നൂഹ് നബിയുടെ സ്റ്റോറി ആവട്ടെ, ലൂത്ത് നബിയുടെ സ്റ്റോറി ആവട്ടെ, അല്ലെ മൂസാ നബിയുടെ സ്റ്റോറി ആവട്ടെ, ഈസാ നബിയുടെ സ്റ്റോറി ആവട്ടെ, പ്രത്യേക കഴിഞ്ഞ സ്റ്റോറി ഞങ്ങൾക്ക് നോക്ക പോകുമ്പോ അങ്കല്ല അടങ്ങിയിരുന്ന് ഞങ്ങൾ ചൊല്ലില്ലേ ഇവിടെ വരിക്കുന്ന ഫാസിസ്റ്റ് വർഗത്തെ ആൾമാർ അല്ലെങ്കിൽ വേറെ വരിക്കുന്ന ആൾമാർ ഞങ്ങളെ ഹാലത്ത് എന്താവും? അങ്ങ് വന്നിട്ടെങ്കിൽ ആ ഗവൺമെന്റ് വന്നിട്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് വന്നിട്ടെങ്കിൽ അല്ലെ അങ്ങ് പ്രസിഡന്റ് ആയെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങ പ്രസിഡന്റ് ആയെങ്കിൽ ഞങ്ങളെ ഹാലത്ത് എന്താവും? ഞങ്ങളെ ഹാലത്ത് ഞങ്ങൾ എന്ത് ടെൻഷൻ ആക്കില്ല. ഞങ്ങ ഹക്കുലുള്ളമ ഞങ്ങൾക്കായിട്ടിക്കൽ വിജയ, ഞങ്ങ ഹക്കുലുള്ളമ ഞങ്ങൾക്കായിട്ടിക്കൽ അന്തിമ വിജയ. അത് ആരും പേടിക്കില്ല. ഞങ്ങൾക്കുള്ള ഹക്കായിട്ട് മാത്രമായിട്ടിക്കര് നാമധാരി മുസ്ലിം ആയിട്ട് മിഞ്ചിട്ട് ആ പേരിൽ മിഞ്ചിട്ട് ഞാൻ മുസ്ലിം ചെന്ന് വാദിച്ച് ഫായിദില്ല അല്ലേ. ലോകർ എവിടെ അല്ലാഹ് റസൂൽ കാടിയ ആദർശ എവിടെ ജീവിതത്തിൽ എങ്ങനത്തെ സെലിബ്രേഷൻ വേരിയസ് പേര് നടക്കുന്ന സെലിബ്രേഷൻ ഞങ്ങൾ ഈ ഹോമിലു അത് ബർത്ത്ഡേ ആവട്ടെ ആനിവേഴ്സറി ആവട്ടെ എങ്ങനത്തെ പേരിൽ നടക്കുന്നത് അല്ലേ. ഇപ്പൊ വലിയ ട്രെൻഡ് ബർത്ത്ഡേ ആരും ബേജാറാക്കിരണ്ട. ഞങ്ങൾക്ക് താരനെ ചേഞ്ചസ് ആക്കി എടുക്കൂ. അല്ലാഹ് റസൂൽ ഹയാത്തിക്കുമ്പോ ഫാത്തിമ ബീവി അല്ലാഹ് റസൂലെ മോളു എത്ര ഫിറ്റ്സ് ആക്കിയത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിയുടെ വിശേഷം പലക്കെന്തേ നന്റെ കറിലെ കഷ്ണായിട്ടുള്ള അത്ര ഫിറ്റ്സ് ആക്കിൻകത്തെ അല്ലാഹ് റസൂൽ അത്ര ജീവിതത്തിൽ ഫാത്തിമ ബീവിയുടെ ഒരു ബർത്ത്ഡേ ആക്കിയ ഒരു ബർത്ത്ഡേ നിങ്ങൾക്ക് കാണു കിട്ടിരാ. പിന്നെ ഓട്ട് എനിക്കിത് കാണു കിട്ടി. ഈ വിഷയമായിട്ട് ഞങ്ങൾ കുടുംബത്തിൽ ആൾമാരുള്ളൂ, ഞങ്ങൾ ഫ്രണ്ട് സർക്കിൾ ഉള്ളൂ. അങ്ങനെ കേൾക്കുന്ന വിഷയമുണ്ട്. ആക്കു തീരാണ്ടെന്നില്ലല്ലേ ഖുർആനില് സഹോദര അല്ല പിരിസത്തെ സഹോദരി, ആക്കു തീരാണ്ടെന്നും അല്ല. എന്തൊക്കെ ആക്കു തീരാച്ചുണ്ടായെങ്കിൽ അല്ലാണ്ട് റസൂലൊക്കെ അത് പടിപ്പാടി തന്നിട്ടില്ല. പിന്നെ നിങ്ങൾ കേൾക്കുന്ന ദലീലുണ്ടോ, നിങ്ങൾ കേൾക്കുന്ന പ്രൂഫ് ഉണ്ടോ? ഹദീസ് ഖുർആനും ഹദീസ് അല്ല. യഹൂദി ജൂതന്മാരാക്കിൻകത്തെ ആ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇന്ത്യ ചില പങ്ങൾ ഔത്തുക മാത്രമായിട്ടുണ്ടോ. ഈ ഹോമ പബ്ലിക് ലാക്ക് ശുരുവായിട്ട് ഈ ഹോമ പബ്ലിക് ലാക്ക് ശുരുവായിട്ട് അല്ലേ. ഈ ആദർശമായിട്ട് എനിക്ക് ചൊല്ലുമ്പോ ഇങ്ങ തമസാക്കില്ലേ സലഫിരങ്ങ അല്ലേ, തമസാക്കില്ലേ. ആരും പേടിക്കില്ല. ഈ തമാശ ആക്കരുത്, ഈ ഗേലി ആക്കരുത്. ഈ അല്പസംഖ്യാത ആൾമാരെ നടുവിൽ അല്പസംഖ്യാതായിട്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദർശ അംഗീകരിച്ച ആൾമാർക്ക് നൊമ്പലാക്കരുത്. ഇതൊന്നും പുതിയ വിഷയമല്ല, ഇതൊന്നും പുതിയ വിഷയമല്ല.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് കോംപ്രമൈസ് ആയിട്ട് മിഞ്ചിട്ടിന്നുണ്ടെങ്കിൽ മക്കത്ത് ഒരു എടങ്ങിറങ്ങ ആക്കലാന്ത് അല്ലാണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു കോംപ്രമൈസ് ആയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യം ഇല്ലാന്ത്, ആയുധം ഇല്ലാന്ത്, കാസില്ലാന്ത്, ജനബല ഇല്ലാന്ത്, പവർ ഇല്ലാന്ത്, ರಾಜಕೀಯ ಪವರ್ ಇಲ್ಲಾಂತ ಅಂಡ್ ಇನ್ನೆ ರಾಜಕೀಯ ಪವರ್ ಅದು ಮಕ್ಕ ಮುಶ್ರಿಕರ ಕೈಲಿಂತ ಕಾಸಿಂತ ದೌಲತ್ತಿಂತ ಸಂಪತ್ತಿಂತ ಪವರ್ ಇತ್ತು ಅಂಗಳೊಟ್ಟಿಗೆ ಮಾತ್ರ ಸರ್ವಾಧಿಕಾರಿ ಆಯ್ತಿನವರು ಹಂಗ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചേഞ്ചസ് ആക്കാൻ ആർക്കും പവർ ഇല്ല. അങ്ങ സുപ്രീം അവിടെ അങ്ങനത്തെ നടുലായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പണ്ടേ സഹോദരന്മാർ അല്ലാഹുവിന്റെ സഹായം അല്ലാണ്ട് ആ റസൂൽക്ക് ആ ദീന്റെ അടിപ്പാട് സാധിക്കല ಅಂತ എന്തേ അല്ലാഹുവിന്റെ ഞങ്ങളൊട്ടിಗಿല്ലേ എന്തേ ഈ ഖൗമൊട്ടിಗೆ അല്ലാഹുവില്ല നിങ്ങൾ മനസ്സിലാക്കണോ. ನಂಗೆ ಒಗ್ಗಟ್ಟಾವನು ನಂಗೆ ಒಂದಾವನು ಚುತ್ತು ನಾನಾ ಪ್ರೋಗ್ರಾಮ್ ನಂಗೆ ಬೆಚ್ಚಿಟ್ಟು ಒಂದಾವಡೆ ಒಂದು മനസ്സിലാക്കണു ഞങ്ങൾ ഒന്നുല്ലേ അത് ഹക്കിൽ മാത്രമായിട്ടുള്ളൂ. ശിർക്കും അന്ധവിശ്വാസ അനാചാര വെച്ചിട്ട് ഞാൻ മുസ്ലിംസ് ഉള്ള പേരിൽ മിഞ്ചിട്ട് ഞങ്ങൾ ഒന്നാവണം ചൊന്ന് വിയർച്ചുണ്ടായെങ്കിൽ വല്ലാഹി അല്ലാഹുവിന്റെ സഹായം ഞങ്ങൾക്ക് കടന്നു പറകൂ ഒരു ചാൻസസും ഇല്ല. അങ്ങനെ കടന്നു പോകുന്ന ചാൻസസ് ഇന്നുണ്ടായെങ്കിൽ മക്ക മുശ്രിക്കെന്ത് അല്ലാഹുവിന്റെ ഗുർത്തില്ലാത്ത ആൾമാരെന്തല്ല നമുക്ക് അല്ലാഹുവിന്റെ ഗുർത്തിന്ത് അങ്ങ് സഫർ പോകുമ്പോ കായബത്ത് കൈബെച്ച് തുറന്നു പോയിന്നവരു മാത്രമേ അല്ലാണ്ട് റസൂലോടെ കടന്നു വന്ന് എന്തിക്ക് ബദ്ർ എന്തിക്ക് നടന്നിട്ടായെങ്കിൽ ഒരേ ഒരു വിഷയമായിട്ട് അല്ലാഹുട്ട മാത്ര പ്രാർത്ഥിക്കണു അല്ലാഹുട്ട മാത്ര സഹായം കേൾക്കണു ആ ഉദ്ദേശത്തിക്ക് മാത്രമായിട്ട് ബദ്ർ നടന്നല്ലേ. മാത്രമേ ആ പുരോഹിത വർഗ ചൊല്ലാൻ സ്റ്റോറി അത് ഡിഫറെന്റ് ആയിട്ടുണ്ട്. ಅದಕ್ಕೂ ಇಸ್ಲಾಂಗೆ ಯಾವ್ದು ಕನೆಕ್ಷನ್ ಇಲ್ಲ. ಅದಕ್ಕೆ ಅಲ್ಲಾಹು ಕೇಟೋಲ್ಲ ಎಂದೇ ಕುರಾನ್ ಬಿಸಿ ಆಲೋಚನೆ ಹಾಕಲೇ ಕಲ್ഞ്ഞു പോയെങ്കിൽ എല്ലാ സമുദായത്തെ സ്റ്റോറി ഞങ്ങൾ എടുക്കോ പോയിണ്ടായെങ്കിൽ ഖുർആൻ ചില മൊത്തം കാണാൻ കിട്ടു യാ ബനി ഇസ്രാഹീൽ യാ അഹ്ലി കിതാബ് അല്ലാഹു അറബിൽ ചൊല്ലി ഇന്നൊരു കിതാബ് നിങ്ങൾക്ക് ബರೋಗಿಲ್ಲ ഇന്നൊരു റസൂൽ നിങ്ങൾക്ക് ബರೋಗಿಲ್ಲ കിതാബ് വന്നിട്ടായിരുന്നു നിങ്ങൾക്ക് ഖുർആൻ ಅಂತಿಮ ಪ್ರವಾದಿ ಕರೆದು ಬಂದಿಟ್ಟಾಯಿಡು ಮುಹಮ್ಮದ್ ಮುಸ್ತಫಾ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ಇನ್ನೊರು ಪ್ರವಾದಿ ಕರೆದು ಬರೋಗಿಲ್ಲ റസൂൽ ഉണ്ട് ഞങ്ങളൊട്ടിಗಿಲ್ಲ വഫാത്തായിട്ട് റിസാലത്ത് ഹയാത്ത് ഉണ്ട് പള്ളിയുടെ സെൽഫിൽ ഉണ്ട് ഞങ്ങളെ ഔത്തെ സെൽഫിലുണ്ട് ഖുർആൻ എത്ര കണക്ഷൻ ഉണ്ട് ഖുർആൻ ഒട്ടിಗೆ ഞങ്ങൾക്ക് ഞങ്ങൾ ഡെയിലി ജീവിതത്തിൽ വാട്സ്ആപ്പ് ഇപ്പോൾ നോക്കി ലാസ്റ്റ് ജസ്റ്റ് ഇപ്പ് ആയിട്ട് ഇക്കട് ഇൻസ്റ്റാഗ്രാം നോക്കി ജസ്റ്റ് ഹാഫ് ആൻ അവർ മുന്നോളൂ ട്വിറ്റർ നോക്കി ജസ്റ്റ് ഹാഫ് ആൻ അവർ മുന്നോളൂ ഫേസ്ബുക്ക് നോക്കി ജസ്റ്റ് ഹാഫ് ആൻ അവർ മുന്നോളൂ ഹക്ക് മനസ്സിലാക്കി ನಾನು നിങ്ങൾ മനസ്സിലാക്കണോ ഞങ്ങളെ ഖുർആൻ എപ്പായിട്ട് ലാസ്റ്റ് സീൻ ലാസ്റ്റ് റമദാൻ ഹക്ക് മനസ്സിലാക്കി ആൽമാർ ഞങ്ങൾ മനസ്സിലാക്കണോ ഞങ്ങൾക്ക് മേലെ ജവാബ്ദാരി ഉണ്ട്. അല്ലാഹു കുന്തും ഖൈറ ഉമ്മ സമുദായത്തിൽ വെച്ചിട്ട് അത്യുത്തമ സമുദായത്തെ ആൽമാർ ചുംബിൽച്ചാറേ ഈ ഖുർആൻ കിട്ടിയ ആൽമാരെ സഹോദരന്മാരെ നൊമ്പലം എടങ്ങേര് ഇതൊന്നും പുതിയല്ല. സോഷ്യൽ മീഡിയത്തിൽ ഞങ്ങൾക്ക് കാണാൻ കിട്ടു പലസ്തീന്റെ ആ സ്റ്റോറി ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഞങ്ങൾക്ക് എന്റെ ദൃഷ്ടാന്തം കണ്ടോണ്ടില്ലേ. പാവപ്പെട്ട മക്ക യതീമായിട്ടുണ്ടോ പെണ്ണുങ്ങളല്ല വിധവയായിട്ടുള്ളവരു എല്ലാം കഴിഞ്ഞു പോയെങ്കിൽ ആസ്തി സമ്പത്ത് കഴിഞ്ഞിട്ട് ബിൽഡിംഗ് റെഡൽ വെച്ചിട്ട് ഒരു സഹോദര പുൽപ്പുണ്ട് സ്റ്റോറി ഞങ്ങൾ കാണാൻ കിട്ടിട്ട് പെഞ്ഞാട് കഴിഞ്ഞുണ്ട മക്കര കഴിഞ്ഞുണ്ട സഹോദരി കഴിഞ്ഞുണ്ട സർവസ്വ കഴിഞ്ഞുണ്ടിട്ടു ആ ബിൽഡിംഗ് നടൽ പുൽപ്പിടുമ്പോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആ സഹോദര മുട്ട കടന്നു പോയിട്ട് കേക്കടാ എന്ത് ചൊല്ലവ ഇഷ്ടപ്പെട്ട ഹസ്ബുനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു ഒരു തീരുമാന മാത്രല്ല 6 വയസ്സ് 7 വയസ്സ് 8 വയസ്സിലൊക്കെ ആ പിഞ്ചു കുഞ്ഞിങ്ങ അങ്ങനെ ഉമ്മ ബാപ്പ എതിർ മൗത്താണ്ടിക്കുമ്പോ അങ്ങ ചൊല്ല പലക്കൊണ്ടു ഹസ്ബുനല്ലാഹ് എവിടെ കിട്ടിയ സഹോദരന്മാർ 6 വർഷം 7 വർഷം ആ പിഞ്ചു കുഞ്ഞിക്ക് ഈമാൻ ഏത് യൂണിവേഴ്സിറ്റി ഞങ്ങൾ പഠിച്ചേ ഞങ്ങൾ മനസ്സിലാക്കണം ആ ഈമാന്റെ തൂക്കം എന്താ ചെന്ന് ഞങ്ങൾക്കുണ്ട് ആ ഈമാൻ. ഒരു ഭാഗത്ത് ഗഫ്ലത്തായിട്ട് ഞങ്ങൾ പെണ്ണിങ്ങ മിഞ്ചോണ്ടുള്ളവരും കാലി സോഷ്യൽ മീഡിയ മാത്രം സീമിതായ പെണ്ണിങ്ങ ആരും ബേജാറാക്കിരണ്ട. ഒരു ഭാഗത്തുള്ള ബാലക്കാർ ഡ്രഗ്സ് കടന്നു പോയിട്ടുള്ളവരും മാത്രമല്ല പോന്നിട്ട് 10 ವರ್ಷ പെണ്ണു മക്ക സ്വന്തം ഉമ്മ അಬ್ಬರ ಮೇಲೆ ಮೊಕದ್ದಮೆ ಕೋರ್ಟ್ಲ ಮೊಕದ್ದಮೆ ಇಟ್ಟಿട്ട് ನಾನು ನಕ್ಕೆ ಮೆಚೂರ್ ಆಯ್ಡು ನಾನು 18 ವರ್ಷ ಇಡ ನಕ್ಕೆ 18 ವರ್ಷ ಆಯ್ಡು ನನ್ನ ಲೈಫ್ ಪಾರ್ಟ್ನರ್ ಚೂಸ್ ಹಾಕೋಗು ನಕ್ಕೆ ರೈಟ್ಸ್ ಉಂಡು ಚೊಂದಿಟ್ಟು ಉಮ್ಮ ಅಬ್ಬರ ಮೇಲೆ ಕೋರ್ಟ್ಲ ಮೊಕದ್ದಮೆ ಇಟ್ಟಿട്ട് ವಾದಾಕ್ರ പെണ്ണു മക്ക ನಂಗೆ ಲಾಯರ್ ಪೋಲು ಬೇಡ ಚಂತ പെണ്ണു മക്ക വാദാക്കിട്ടുള്ളವರು അതേ കോർട്ടിൽ പർത്തി വെച്ചിട്ട് ബുൽപുടൻക്ക് ഉമ്മ ബാപ്പ ड्रग्स कड़ू पोयनकते मक्कल बिसत्तु कौंसलिंग सेंटर के पोयिट्टु उम्मा बापा डॉक्टर एदुरु बिल्पुट्टु ओंदु दंड अमौंट बचावाकि तरनु अन्य कौमरೊಟ್ಟಿಗೆ पोयनकते पेण्णु बिसत्तु उम्मा बापा पोयिट्टु संघ संस्थे एदुरु बिल्पुट्टु ओंदु दंड मोले तिरिसि तरनु ಇದೆಲ್ಲ ಕಾಣಾತ ಸ್ಟೋರಿ ಎಲ್ಲ ನಾನು ಕಂಡುಕೊಂಡಿಲ್ಲ ಎಂದಿಗೆ ಇങ്ങനെ ಆಯ್ತುಂಡು ಈ ಕೌಮಳೆ ಮೇಲೆ ಎಲ್ಲ
എല്ലാ മോത്തും ഞങ്ങൾക്ക് സലീലായിട്ടുണ്ട്. കോർട്ടിൽ ഞങ്ങൾക്ക് ബലയില്ല, പോലീസ് സ്റ്റേഷൻ ഞങ്ങൾക്ക് ബലയില്ല, സോഷ്യൽ മീഡിയത്തിൽ ഞങ്ങൾക്ക് ബലയില്ല. മീഡിയ തങ്ങ ഞങ്ങളെ ഒരു മൃഗത്തെ പോലെ ട്രീറ്റ് ആക്കിക്കൊണ്ടിരിക്കുമ്പോ നണ്ടോ നിങ്ങൾ ദൗത്യന്തരായിട്ടിക്കട്. പലസ്തീൻ ഞങ്ങൾക്ക് പഠിപ്പാണ് ദൃഷ്ടാന്തായിട്ടുണ്ട്. ചിലപ്പോൾ ഞങ്ങൾക്ക് പരീക്ഷ എങ്കിൽ അത് അല്ലാഹ് ഞങ്ങൾക്ക് ദൃഷ്ടാന്ത രൂപത്തിൽ കാട്ടിയുള്ള മടങ്ങുറു തിരിച്ചു വരും. സഹോദരന്മാർ ഒന്ന് മനസ്സിലാക്കണു, മക്കൾക്ക് ദീൻ പഠിപ്പാട്ട് ടൈമില്, ഖുർആൻ പഠിപ്പാട്ട് ടൈമില്, റസൂൽ ഹദീസ് പഠിപ്പാട്ട് ടൈമില് മക്കളെ എൻജോയ്മെന്റ് കാര്യം ബുട്ടു മക്കളെ ബർത്ത്ഡേ അല്ലെങ്കിൽ നാനാ വേരിയസ് പ്രോഗ്രാം ആക്കിയിട്ട് കേക്ക് കട്ട് ആക്കിയിട്ട് എൻജോയ്മെന്റ് ആക്കിയിട്ട് DJ പാട്ട് വെച്ചിട്ട് പള്ളി പോൽ കയറാക്കണ്ട് പള്ളി എതിർ വെച്ചിട്ട് DJ ഡാൻസ് വെച്ചിട്ട് നിങ്ങൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ആക്കണ്ടെങ്കിൽ അല്ലാണ്ട് റസൂൽ ജീവിതമായിട്ട് റസൂൽ ചരിത്രമായിട്ട് ഹദീസുമായിട്ട് ഖുർആനുമായിട്ട് ബന്ധമില്ലാത്ത എനിക്കത്തെ ജൂത നസ്രാക്കന്മാരെ കൾച്ചർ നിങ്ങൾ അല്ലാഹുടെ ഭവനത്തെ എതിർ വെച്ചിട്ട് എൻജോയ്മെന്റ് ആക്കണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണോ, ഈ ദുനിയാവ് ആർക്കും ശാശ്വതമില്ല. ഈ ദുനിയാവിടെ ആർക്കും ശാശ്വതമില്ല. ഉണ്ടല്ല നാളെ ഈ ദുനിയാവ് നാ വിട്ടുകൊണ്ട് യാഥാർത്ഥ്യ സത്യമായിട്ട് അതായിട്ടുണ്ട്. ಅದಕ್ಕೆಲ್ಲ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲಾ ಸೂರಾ ಅಲ್ ಮುಲ್ಕ್ 2ാമത്തെ ആയത്ത് ചൊല്ലേ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുകും അയ്യുകും അഹ്സന അമല. നിങ്ങൾക്ക് മൗത്തും ഹയാത്ത് ಅಂದ್ರೆ നിങ്ങളെ പരീക്ഷിക്കു മാത്രമേനായിട്ടുണ്ട്. സഹോദരന്മാരെ, ನನ್ನ ಪಲಕ ಜಾಸ್ತಿ ಏನು ಚೊಲ್ಲೋಗಿಲ್ಲ, ಪ್ರಾಸ್ತಾವಿಕ ಪಲಕ ಮಾತ್ರ ಹಾಕಿನ್ನೆ. ಅಪ್ಪ ಈ ಮೌത്തും ഹയാത്ത് ചെല്ലുമ്പോ ചില ആൾമാർ ഈ ദുനിയാവില് മൗത്തായിട്ട് പോയರು, സീക്ക് വന്നിട്ട ആക്സിഡന്റ് ആയിട്ട ഏജ് ആയിട്ടല്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയರು. ഞങ്ങളുടെ ഇത് എത്ര ആൾമാരുണ്ടില്ല. ഞങ്ങൾ നോക്കി ലാസ്റ്റ് മന്ത് ആൾമാരില്ല, അല്ലെ ലാസ്റ്റ് ഇയർ ആൾമാരില്ല, അല്ലെങ്കിൽ ഇന്നലെ നോക്കി ആൾമാരില്ല. ചിലപ്പോ ಇಂಡಿ ಜಾವನ ಮೌತುಂಟಾയെങ്കിൽ ಎಂದ್ರ ಕೊಂಪೋಗುಣು ನೀವು ಆಲೋಚನೆ ಹಾಕೋರು. ನಾನು ನೀವು ಎಂದ್ರ ಕೊಂಪೋಗುಣು ಆಲೋಚನೆ ಹಾಕೋರು. ಈ ದುನಿಯಾವಲು ಸೊತ್ತು ಸಂಪತ್ತು ಆಡಂಬರ പേര് ഇൻഫ്ലുവൻസ് പവർ ഇതൊന്നും ഇല്ലാണ്ട് നാനില്ലാണ്ട് എന്തും നടക്കില്ല. എല്ലാം നന്റെ ചൊന്ത ആവിടെ ചൊന്ത് വിചാരിക്കേ മനുഷ്യന്മാർ മനസ്സിലാക്കണു. ഒരു നാൾ ನಾನು മൗത്തായിട്ട് കിടക്കടേ അണ്ട് നാനെ നടക്കില്ല, ബാക്കിയെല്ലാം ആരാംസെ നടക്കുന്നുണ്ട്. അയ്യത്തും പോണ്ടു അവിടെ ആൾമാർക്ക് ദുവർക്കണു ഇന്ന് കുറെ ദുവർക്കില്ല, എല്ലാം ആരാംസെ തീർന്ന്. ನಾನು ചൊല്ലത് എന്തും ഇല്ല, ನಾನು ചൊല്ലത് ഇൻഷാ അല്ലാഹ് ഒരു ദുർബലമായ ശരീരമായിട്ടുണ്ട്. ನಾನು തിരിഞ്ഞു പോകുമ്പോ ഈ സ്റ്റെപ്പിൽ ജാരി പോയെങ്കും നന്റെ നടുക്ക് ഫ്രാക്ചർ ആയെങ്ക അല്ലെ കൈക്കാൽ ഫ്രാക്ചർ ആയെങ്ക നാ ദുർബല, ಇನ್ನೊರ್ತರ സഹായം എടുക്കാണ്ട് നക്ക് നടക്കോ സാധ്യല്ല. അങ്ങനത്തെ ദുർബലമായിട്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നണ്ടോ നിങ്ങളെ പഠിച്ചിരേ. ನಾನು ചൊല്ലത് എന്തും ഇല്ല, ശൂന്യമായിട്ടുണ്ട്. അത് ചന്തയ്ക്കട്ട്, പവറിക്കട്ട്, കാസിക്കട്ട്, ദൗലത്തിക്കട്ട്, ഇൻഫ്ലുവൻസിക്കട്ട്, വാട്ട് എവർ എന്തുമേ നീക്കട്ട് എല്ലാം സീറോ ആയിട്ടുണ്ട്. അപ്പ ഈ ദുനിയാവിടെ ഒരു യാത്ര ഉണ്ട്. ആ യാത്രയ്ക്ക് മുന്നോലു ഞങ്ങൾക്ക് ഹക്ക് ബന്ധനക്കത്തെ യാ ബനി ഇസ്രായേൽ യാ അഹ്ലി കിതാബ് ഏ അഹങ്കരിച്ചങ്ങളെ അല്ലാഹു ചൊല്ലി ഏ അക്രമിങ്ങളെ ചൊല്ലി കൂട്ടത്തിൽ നാനുങ്ങ അവിടെ വേണ്ട എന്ന് ചൊന്നെ നാളെ റബ്ബ് കൂട്ട് പോയിട്ട് അല്ലാഹു ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഖുർആൻ, അല്ലാഹു ഞങ്ങൾക്ക് ഖുർആൻ കണ്ടിട്ടില്ല, ഖുർആൻ ഞങ്ങൾക്ക് ആ ചൊന്നു തന്നെ വന്നിട്ടില്ല ചൊല്ലുക യാതൊരു ഒരു സാക്ഷി ഇല്ല. ഉണ്ട് ഈ ഖുർആൻ സംബന്ധപ്പെട്ട വിഷയത്തിൽ റസൂൽ ഏത് ആദർശക്കും വന്നിട്ട് ആ ആദർശದ വിഷയത്തിൽ നിങ്ങൾക്ക് 10 മിനിറ്റ്സ് ആണ് മുണ്ടില്ലേ. ഇതായിട്ട് നാളെ റബ്ബ് കോർട്ടില് അല്ലാഹുവിനെ ഉദ്ദേശിച്ചിട്ട് ഒരു സമയം റബ്ബ് നിന്റെ കലാം ഉദ്ദേശിച്ച് ആ മുണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൽബുകൾ എന്ന പലക നാട്ടിട്ടിക്കൂ. ഇതായിട്ട് റബ്ബ് സ്ക്രീനിൽ നാളെ കളി കാട്ടി കേൾക്കൂ. ഇങ്ങനത്തെ പ്രോഗ്രാമിൽ വെച്ചിട്ട് ഒരു ഇൻസാൻ വന്നിട്ട് നണ്ടൊരു അടിമ വന്നിട്ട് നന്റെ ഖുർആൻ വിഷയം നിങ്ങൾ ചൊന്ന് തന്നിട്ടില്ലേ, എന്ത് നിങ്ങൾ ഹയാലാക്കില്ല, എന്താ മുട്ട വന്നില്ല അല്ലെ. ഈ ഖുർആന്റെ കടകണിച്ച് കാട്ടിക്കുന്ന സഹോദരന്മാരെ ഞങ്ങ എവിടെ ഞങ്ങൾക്ക് ഇസ്സത്ത് ഇല്ലാണ്ടാണ്ടല്ലേ. ആ സബിൽ മനസ്സിലാക്കുന്നു. ഖുർആൻ പഠിക്കണിക്കത്തെ ഈസി മെത്തേഡ് സൗത്ത് കർണാടക സലഫി മൂവ്മെന്റ്, ಅದರ ಅಧೀನ ಸಂಸ್ಥೆ ಯೂತ್ ವಿಂഗും അതേപോലെ ഞങ്ങളെ സൽഫി ഗേൾസ് മൂവ്മെന്റും അതേപോലെ NGM അതേപോലെ KSF റിയാദ് ഇതെല്ലാം ജಂಟಿ ആശ്രയത്തിൽ ലേൺ ദി ഖുർആൻ ചൊല്ലി ಯೋಜನೆ ആക്കിയുള്ള ಸುಮಾರು 12 ಎಕ್ಸಾಮ್ കഴിഞ്ഞു പോയിട്ട് ಸುಮಾರು ಡೌಟಿಗೆ ನಂಗೆ ಎಕ್ಸಾಮ್ ಎಲ್ದಮಾನ 13 ವರ್ಷ ಮೇಲ್ಪಟ್ಟೆ ಆರ್ಗು ಮೇಲ್ದ ಈ ಎಕ್ಸಾಮ್ ಆರ್ಗು ಮೇಲ್ದ ಅത്ര ಈಸಿ ಆയിട്ട് ಎಕ್ಸಾಮ್ ಆയിട്ട് ലേൺ ദി ഖുർആൻ. അൽഹംദുലില്ലാ ഈ ഖുർആൻ സുബൈൽവിനെ കൗണ്ടർ വെച്ചത് ചില ആൾമാർ എന്താ വന്നിട്ടാ അതൊരു ബുക്കല്ലേ ചൊന്തിത പോണ്ടു ഇല്ല ബുക്കല്ല. ആകാശ ഭൂമിയുടെ ഒടയനാനിക്കത്തെ റബ്ബുൽ ഇസ്സ അല്ലാഹുടെ കലാം നിങ്ങൾ കാലില മുട്ട ಬಂದರೆ പ്രോഗ്രാം അവിടെ സ്റ്റേജ് മുട്ട ಬಂದರೆ ഇന്നും നിങ്ങൾ അതിരെ മുട്ട ಬಂದಿಲ್ಲ, അതിരെ പഠിച്ചിട്ടുണ്ടായെങ്കിൽ അല്ലാഹു സാക്ഷി. എത്തുപാട്ടേക്ക് അല്ലാഹു സാക്ഷി, നിങ്ങൾ കേട്ടേക്ക് അല്ലാഹു സാക്ഷി, നാ ചൊന്നേക്കും അല്ലാഹു സാക്ഷി ആയിട്ടുള്ള ആ സബಲು ലേൺ ദി ഖുർആൻ ചൊല്ലിയವರು ಅವ್ರ ಪ್ರಾಜೆಕ್ಟ್ ನಿಂಗೆಲ್ಲ ಭಾಗವಹಿಕೊಂಡು ಇನ್ಶಾ ಅಲ್ಲಾ അവിടെ ಬುಕ್ ಕೊಂಡು ಜಸ್ಟ್ 100 ರೂಪೀಸ್ ಆಯ್ತಿಕ್ಕರೆ ಇಲ್ಲಿಗೆ ಆರ್ಗೆ 100 ರೂಪೀಸ್ ಪೇ ಹಾಕೋ ಪಾಸಿಬಲ್ ಇಲ್ಲ, ಅಂಕ ಫ್ರೀ ಆയിട്ട് ನಂಗೆ ಡಿಸ್ಟ್ರಿಬ್ಯೂಟ್ ಹಾಕಿಲ್ಲ. ಆ ಸಬಲು ನನ್ನ ಪಿಡ್ಸತ್ತೆ ಸಹೋದರಮಾರ ಈ ಲೇൺ ದಿ ಕಾನ್ಸೆಪ್ಟ್ ನಿಂಗೆಲ್ಲರೂ ಭಾಗವಹಿಕೊಂಡು ಇನ್ಶಾ ಅಲ್ಲಾ ಅದಕ್ಕೆಲ್ಲ ಕೈ ಜೋಡಣೆ ಹಾಕೋನು. അതേപോലെ
ഈ ലേൺ ദ ഖുർആൻ ചൊല്ലിയ കോൺസെപ്റ്റില് പറങ്കിപേട്ട സെന്ററിൽ സുമാർ 4 ആൾമാർ പ്രൈസ് എടുത്തു ആ ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഒരു പ്രോഗ്രാം നടക്കോ പോണ്ടു ഇൻഷാ അല്ലാഹ് ആ പ്രൈസ് കൊടുക്കോ പോണ്ട ഒന്ന് മനസ്സിലാക്കണം ഈ പറങ്കിപേട്ട പരിസരത്തിൽ 4 ആൾമാർ മാത്രമല്ല സുമാർ 300-400 ആൾമാർ ഉള്ളവർ തൗഹീദ് മനസ്സിലാക്കിയ ആൾമാർ മാത്രം പള്ളി പണ്ട് പോണ്ടെ മാത്രം ആയിട്ടുണ്ടല്ലാണ്ട് അതിന് മുട്ട ബന്ധോ ഇല്ല നിങ്ങൾ ഇൻഷാ അല്ലാഹ് പാർട്ടിസിപ്പേറ്റ് ആക്കോറു ആസബുലു ആ ഒരു ലേൺ ദ പ്രൊജക്റ്റില് ചെറിയ പ്രൊജക്റ്റ് അല്ല ആകാശഭൂമി ഒടിയനായ അള്ളാഹുടെ പ്രൊജക്റ്റ് ആയിട്ടു എല്ലാ ആകാശഭൂമിയിലെ ജിബ്രീൽ ആയിട്ട് 1400 വർഷം മുന്നോളൂ അള്ളാഹ് റസൂൽ കൊട്ടനിക്കത്തെ ഈ ഒരു സിലബസ് അത് ഖുർആൻ ആയിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കും പഠിപ്പാടുക തൗഫീഖ് താടി ഇൻഷാ അല്ലാഹ് അതേപോലെ ലേൺ ദ ഖുർആന്റെ പ്രൈസ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ആക്കോ പോണ ഇൻഷാ അല്ലാഹ് നക്ക് തന്നെ പ്രാസ്താവിക പലക്കത്തേക്ക് ഞാൻ വിരാമിട്ടില്ല അതേപോലെ ഞങ്ങൾ വേദിക്കയിൽ ഉപസ്ഥിതനാക്കിയത്തെ ഈ സലഫി പ്രസ്ഥാനത്തേക്ക് വേണ്ടിയിട്ട് അതല്ലാണ്ട് മസ്ജിദ് ഇബ്രാഹിം ഖലീൽ ഒരു ഫൗണ്ടറുമായിട്ടുണ്ട് സലഫി പ്രസ്ഥാനത്തേക്ക് ഈലിട്ട് ഞങ്ങളെ അബ്ദുൾ റസാഖ് ഹാജിയുടെ ബിത്ത് ഉണ്ട് പാരി ബെല്ലിയായിട്ട് ഒരു ഹെമ്മനായിട്ട് ബെഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കെല്ലാം പ്രൗഡ് ഫീൽ ആയിട്ട് അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലെല്ലാം സമ്പൂർണ്ണ പ്രതിഫല അയിലുകുമുണ്ട് ഊട് മാത്രമല്ല നാളെ റബ്ബർ കോട്ടിലുമുണ്ടായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹക്ക് മനസ്സിലാക്കി 4-5 ആൾമാർ പ്രവർത്തിച്ചു പ്ലേസിൽ ഇതേ റായത്തിലായിട്ട് നക്കും ദാവ കിട്ടിരെ നക്കും ഹക്കിന് വിസയ കിട്ടിരെ അണ്ട് ഹക്കെന്ദ്രെ ബാത്തിലെന്ദ്രെ ദീനെന്ദ്രെ പിടിയില്ലാത്ത ടൈമിൽ ഈ റായത്തെ ആൾമാരായിട്ട് ദാവാക്കി അണ്ട് ഹക്ക് മനസ്സിലാക്കി ഞാൻ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ അപാര അനുഗ്രഹം കൊണ്ടിട്ട് മനസ്സിലാക്കി ഹക്കിടെ ഓപ്പൺ ആയിട്ട് ചൊല്ലുക അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ.